നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിക്കടുത്ത് മറ്റൊരു ചന്ദ്രൻ കൂടി എത്തിച്ചേരുകയാണ്. അങ്ങനെ ഭീഷണിയായി ക്വാസി മൂൺ ഇത് മാറുമോ? ഇനി സംഭവിക്കാനിരിക്കുന്നത് ഏറെ നിർണായകമായ ഒരു വിഷയമാണ്. അതിനിടയിൽ തന്നെ ഒക്ടോബർ 29 എന്ന ദിവസവും ഏറെ നിർണായകമായി മാറുന്നു. നിഗൂഢതകൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ശാസ്ത്രലോകത്ത് അന്യഗ്രഹ പേടകമെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. വിശദമായി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഭൂമിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ശാസ്ത്ര ഗവേഷകർ. ഈ അടുത്തായി ഒരു ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയിരുന്നു. 2025 PN7 എന്നാണ് അതിൻ്റെ പേര്. അത് ഭൂമിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്വാസി മൂൺ അല്ലെങ്കിൽ വ്യാജ ചന്ദ്രനായി മാറുമെന്നാണ് ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചിഹ്നഗ്രഹത്തെ ചന്ദ്രൻ എന്ന രീതിയിൽ ഇനി ഒരുപക്ഷെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. 2083 വരെ ഇത് ഭൂമിയെ ചുറ്റാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. കഴിഞ്ഞ മാസം സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലൂടെയാണ് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇതാക്കയിലെ കോണൽ സർവകലാശാലയിലെ ഗവേഷകനും പ്രൊഫസറുമായിട്ടുള്ള ഫിൽ നിക്കോൾസൺ ക്വാസി മൂണുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഈ അടുത്ത് തന്നെ പുറത്തു വന്നിരുന്നു. ശരിക്കും അതിനെ കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രനെ പോലെയാണ്. യഥാർത്ഥ ചന്ദ്രനെ പോലെ അല്ല ഭൂമിയെ വലം വയ്ക്കുന്നത്. അത്തരത്തിൽ വലം വയ്ക്കുന്നുവെന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. സാധാരണ ചിഹ്നഗ്രഹങ്ങളെ പോലെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഭ്രമണപഥവുമായി ഇതിന് സാമ്യവുമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഭൂമിയെ വലം വയ്ക്കുന്നതായി നമുക്ക് തോന്നപ്പെടുന്നത്. പതിറ്റാണ്ടുകളോളം ഇത് ഭൂമിയിൽ നിലനിൽക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് ഭൂമിയെ ചുറ്റുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ഇതിനെ ക്വാസി മൂൺ വ്യാജ ചന്ദ്രനായി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭ്രമണപഥം ഓവൽ ആകൃതിയിലായതുകൊണ്ടാണ് ചില സമയത്ത് സൂര്യനടുത്തേക്കും ചിലയിടത്ത് ഭൂമിയിൽ നിന്നും അകലേക്കുമായി തോന്നപ്പെടുന്നത്. ചിലപ്പോൾ അടുത്തായും തോന്നപ്പെടും. സൂര്യനോട് അടുക്കുന്ന സാഹചര്യത്തിൽ അത് ഭൂമിയേക്കാൾ വളരെ വേഗത്തിൽ നീങ്ങുന്നത് പോലെ തോന്നും. കൂടുതൽ അകലെയാകുമ്പോൾ വേഗത കുറയുന്നു. അതുകൊണ്ട് അത് ഭൂമിയെ ചുറ്റുന്നതായി നമുക്ക് തോന്നപ്പെടും. നിലവിലിത് ഭൂമിക്കൊരു ഭീഷണിയാകുമോ എന്ന ചോദ്യത്തിന് ഇതുവരെയില്ല എന്നുള്ള കണ്ടെത്തലാണ് ഗവേഷകർ നൽകുന്നത്. ഇതിനി ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുമോ? അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഓവൽ ഷേപ്പിൽ തന്നെ ഇതിൻ്റെ ഭ്രമണപഥം ഉള്ളത് കൊണ്ട് ഭൂമിയിലേക്ക് വന്നിടിക്കാനുള്ള സാധ്യതയും കുറവാണ്. 2024 ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏകദേശം 2 മാസക്കാലമായിരുന്നു നിലനിന്നത്. മിനി മൂണെന്ന് അതിനെ വിളിക്കുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 29 ദൂരദർശനിൽ എടുത്ത ചില ചിത്രങ്ങൾ ആദ്യമായി പുറത്തു വന്നപ്പോഴാണ് ഈ ക്വാസി മൂണിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ഇതുവരെയുള്ള വിവരം അനുസരിച്ച് ഏകദേശം 6 പതിറ്റാണ്ട് കാലം ഭൂമിയുടെ ഭ്രമണപഥവുമായി ഇത് വലം വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മറുഭാഗത്തായി പറയുന്നത് ഒരു അന്യഗ്രഹ പേടകം ഭൂമിക്ക് ഭീഷണിയായി മാറുന്നു. പറഞ്ഞു വരുന്ന വേറെ ഒന്നിനെക്കുറിച്ചല്ല, 3I അറ്റ്ലസ് എന്ന ഒരു അന്യഗ്രഹ പേടകമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ വർഷം ആദ്യം തന്നെ ശാസ്ത്രലോകം വളരെ നിഗൂഢമായി കണ്ടെത്തിയ, സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രത്തെ 3I എന്ന അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രമാണ് ഇപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥാനത്ത് എത്തുന്ന ഒക്ടോബർ 29 ഏറെ ദുരൂഹതകൾ കൂടി നിൽക്കുന്നത്. എന്തായിരുന്നാലും 29-ാം തീയതിക്ക് ശേഷം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. സൂര്യനിൽ നിന്നും ഏകദേശം 1.36 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലായിരിക്കും 3I അറ്റ്ലസ് അന്ന് കടന്നു പോകുന്നത്. വാൽ നക്ഷത്രങ്ങൾക്ക് ഒരിക്കലും ചേരാത്തൊരു സ്വഭാവം ഈ വാൽ നക്ഷത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഏറെ ദുരൂഹതകളുള്ളത്. സൂര്യന് എതിർദിശയിലുള്ള വാലായി തന്നെയാണ് ഇതിനെ പറയുന്നത്. ആദ്യകാല നിരീക്ഷണങ്ങൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇതിൻ്റെ വാതകം പുറന്തള്ളുന്നത് സൂര്യനിൽ നിന്നും അകലേക്കായിരുന്നില്ല, അത് സൂര്യനിലേക്കായിരുന്നു. സാധാരണഗതിയിൽ വാൽ നക്ഷത്രങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്യാറുള്ളത്. വാൽ നക്ഷത്രങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിന് തന്നെ വിപരീതമായ ഒരു പ്രകടനം. സാധാരണയായി സൂര്യപ്രകാശവും സൗരവാതകവും വസ്തുക്കളെ പുറത്തേക്ക് തള്ളി സൂര്യനിൽ നിന്നും അകന്നു പോകുന്ന വാലുകൾക്ക് രൂപം കൊടുക്കും. പക്ഷേ ഇതിൻ്റെ വാലിൻ്റെ ദിശ തന്നെ മാറ്റമുണ്ട്. സെപ്റ്റംബറോടെ സ്പെയിനിലെ കാനറി ദ്വീപുകളിലുള്ള നോർഡിക് ഒപ്റ്റിക്കൽ ടെലസ്കോപ്പിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഇതിൻ്റെ വാൽ ദിശ മാറിയതായി കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ദുരൂഹതകൾ വർദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ, അസ്വാഭാവികമായ ചില നിരവധി പ്രത്യേകതകൾ ഇതിന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വസ്തു വേഗത കുറയ്ക്കുന്ന ഒരു അന്യഗ്രഹ പേടകമാണെങ്കിൽ, സൂര്യനെതിരായിട്ടുള്ള വാൽ അതിൻ്റെ വേഗത കുറയ്ക്കാനുള്ള ഊർജ്ജമാണെങ്കിൽ, സൂര്യൻ്റെ അടുത്തെത്തുമ്പോൾ ഈ വാൽ ദിശ മാറുന്നത് തികച്ചും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ സൂര്യനടുത്തെത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം. ഈ മാറ്റം അങ്ങനെയെങ്കിൽ നിയന്ത്രിത നീക്കങ്ങളെ സൂചിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ ഒരു പ്രതിഭാസത്തിൻ്റെ രൂപത്തിലുള്ള ഒരു സാങ്കേതികവിദ്യയുടെ സൂചനയായി കണക്കാക്കാം. ചൊവ്വാഴ്ചയും വ്യാഴത്തിൻ്റെയും
ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഭ്രമണപഥങ്ങൾക്കിടയിൽ ഒരു സ്ഥിരമായ സൗര കേന്ദ്രീകൃത ഭ്രമണപഥത്തിലെത്താൻ എന്നുള്ള ഉദ്ദേശം ഒരുപക്ഷെ ഇതിനോടുണ്ടാകും എന്നാണ് കരുതുന്നത്.